chemical properties of organic compounds. Organic compounds. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ മെയിൻലി നമ്മൾ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഹൈഡ്രോ കാർബൺസ് ആണ്. കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ഒരു വിഭാഗം കോമ്പൗണ്ട് മാത്രമാണ് ഹൈഡ്രോ കാർബൺ. നമ്മൾ പക്ഷേ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പോകുന്നത് എൻറ്റയർ ഹോൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ പറ്റിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തേത് ഒന്നെന്ന് എഴുതിയിട്ട് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ ഓർഗാനിക് കോമ്പൗണ്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതൊക്കെ എന്താണ് കോമ്പൗണ്ടുമായിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ എന്താണ് റിയാക്റ്റന്റുമായിട്ടാണ് ഇത് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഒന്നെന്ന് എഴുതിയിട്ട് കമ്പഷൻ എഴുതിക്കും. കമ്പഷൻ ഒന്നുമില്ല, ഈ ഓർഗാനിക് കോമ്പൗണ്ടിനെ കത്തിക്കുക, അതാണ് കമ്പഷൻ എന്ന് പറയുന്നത്. അതായത് കത്തിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പർ ഈ ഒരു കാർഡ്ബോർഡ് പേപ്പർ കത്തിക്കുക. എവിടെയാ കത്തിക്കുന്നത്? ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് ഒരു ലൈറ്റർ വെച്ചിട്ട് ഇത് കത്തിക്കുകയായിരുന്നത്. കത്തിക്കുമ്പോൾ ഇത് എന്തിന്റെ പ്രസൻസിലാണ് കത്തിക്കുന്നത്? അറ്റ്മോസ്ഫിയറിലാണ് കത്തിക്കുന്നത്. അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പൊ ആ ഓക്സിജനുമായിട്ട് ഈ എന്താണ് ആള് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ശരിക്കും ഓക്സിജൻ നിങ്ങൾ പണ്ട് നിങ്ങളൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ മെഴുകുതിരി കത്തിച്ചിട്ട് ഒരു ഗ്ലാസ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മെഴുകുതിരി കെട്ടുപോകും. അതിന്റെ കാരണം എന്താണെന്നറിയോ? കമ്പഷന് ആവശ്യമായിട്ടുള്ള ഒരു വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാത്തടത്ത് അതായത് ഓക്സിജൻ ഇല്ലാത്തടത്ത് എന്താണ് ഒരു സംഭവവും കത്തത്തില്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്പഷൻ നടക്കുന്നത് ഓക്സിജന്റെ പ്രസൻസിലായിരിക്കും. അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏതെങ്കിലും ആയിക്കോട്ടെ, മീഥേനോ ഈഥേനോ പ്രൊപ്പൈനോ ഏതെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമ്മൾ എന്താണ് കത്തിക്കുവാണ്. കത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. കാർബൺ in all its allotropic carbon in all its allotropic form burns in air to give CO2 carbon dioxide along with the release of heat and light. നിങ്ങൾ ഏതൊരു ഹൈഡ്രോ കാർബണിനെ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടിനെ നിങ്ങൾ കത്തിക്കുകയാണെങ്കിലും അവിടെ ഉണ്ടാകുന്ന എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. അതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ടാവും, അതായത് ഹീറ്റും ലൈറ്റും കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അതിൽ എന്താണ് നമ്മുടെ വീട്ടിലെ കുക്കിംഗ് ഗ്യാസ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം കൂടെ എഴുതാം. ഇൻ അതർ വേർഡ്സ് the process of burning of carbon compound compounds in air to give in air to give CO2, water, heat and light is known as combustion. അതായത് കാർബൺ കോമ്പൗണ്ടിനെ എയറിൽ കത്തിച്ചാൽ, ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, ഹീറ്റ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. ഈ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് കമ്പഷൻ. ഇനി സ്പെസിഫിക് ആയിട്ട് ഓരോ ആൾക്കാരെ പറ്റി പറയാൻ പോവാണ്. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാര്. ആൽക്കെയിനെ നമ്മൾ കത്തിച്ചാൽ, ആൽക്കെയിൻ ബേൺസ് ഇൻ എയർ.
Alkane burns in air to produce to produce produce lot of heat due to which alkanes are alkanes are used as excellent fuel. Excellent fuel. അതായത് നിങ്ങൾ ഹൈഡ്രോ കാർബണിനകത്ത് മൂന്ന് ആൾക്കാരുണ്ട്, ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ ഉണ്ട്. അതിൽ ആൽക്കൈനെ നിങ്ങൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എയറിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോട്ട്സ് ഓഫ് ഹീറ്റ് ആയിരിക്കും, ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആൽക്കൈൻസിനെ നമ്മൾ എക്സലന്റ് ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കും. അതിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീത്തൈന്റെ വേറെ പേര് നാച്ചുറൽ ഗ്യാസ് ആണ്. രണ്ടാമത്തേത് എൽ പി ജി എന്ന് പറയും, ബ്യൂട്ടൈൻ എന്ന് പറയാം. ബ്യൂട്ടൈൻ എഴുതിയിട്ട് എൽ പി ജി എന്ന് എഴുതിയാൽ മതി. ബ്യൂട്ടൈൻ എഴുതാം. ബ്യൂട്ടൈൻ നമ്മുടെ എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതിന്റെ ഒരു മേജർ ഘടകമാണ് ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്യൂട്ടൈനും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, നമുക്കറിയത്തില്ലേ, നിങ്ങള് ഗ്യാസ് എന്താണ് റെഗുലേറ്റർ ഓൺ ആക്കിയിട്ട് നിങ്ങൾ കത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ തീ കത്തും. തീയുടെ കൂടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഉണ്ടാകുന്നത്. ആ ഹീറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്നത്, ശരിയല്ലേ? അത് നല്ലതായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു വാതകമാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ ഫ്യൂലായിട്ട് ഉപയോഗിക്കത്തില്ല. അതായത് എൽ പി ജി. അതുമല്ല, മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, ഈ ബ്യൂട്ടൈന് മണമില്ല, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, ബ്യൂട്ടൈൻ ഹൈലി ഇൻഫ്ലാമബിൾ ആണ്. ചെറിയൊരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൊട്ടിത്തെറിയും, ഇല്ലേ? അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമുക്കറിയാം, മണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എൽ പി ജി ഗ്യാസ് ഓൺ ആയി കിടക്കുമ്പോൾ നമുക്കൊരു മണം അടിക്കും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബ്യൂട്ടൈനകത്ത് നമ്മൾ ഈതൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അതിനകത്ത് മണത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്യാസ് ഒക്കെ തുറന്ന് കിടക്കുമ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഗ്യാസിന് മണം വരുമ്പോൾ ആ മണം നമുക്ക് എങ്ങനെയാണോ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്യൂട്ടൈനകത്ത് എന്താ ആഡ് ചെയ്യുന്നത്, ഈതൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടാണ് മണം വരുന്നത്. ബ്യൂട്ടൈൻ മണമില്ലാത്ത ഒരു വാതകമാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഓരോന്നിന്റെയും റിയാക്ഷൻ എഴുതാം. നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് മീത്തൈൻ ആണ്. നോക്കിക്കോ, മീത്തൈൻ എടുക്കുന്നു, CH4. അതിനകത്ത് അത് കത്തിക്കാൻ പോവാം. ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോകും, കത്തിക്കാൻ, ബേൺ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാകും, ഹീറ്റ് ഉണ്ടാകും, ലൈറ്റും ഉണ്ടാകും. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. എപ്പോഴും ആലോചിക്കണം, ഈ വാട്ടർ വേപ്പർ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ആ പറഞ്ഞോ. ഈ ട്രയാങ്കിൾ എന്തുവാ ആരോടെ മണ്ടയ്ക്ക്? ഈ ആരോടെ മണ്ടയ്ക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതെന്തായിരുന്നു? കോമ്പൗണ്ടോ? ഈ ആരോടെ മണ്ടയ്ക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതെന്തുവാന്ന്? എനിക്കെല്ലാം വിട്ടുവിട്ടാ കേൾക്കുന്നത്. സാർ കേൾക്കാമോ? ഒരു മെസ്സേജ് ഇടാവണം. ഓക്കെ. ഓക്കെ, നിങ്ങള് അപ്പൊ നിങ്ങൾ ചോദിക്കും, ബ്യൂട്ടൈനെ കത്തിക്കുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, ലൈറ്റ് ഉണ്ടാകുന്നത് കാണാൻ പറ്റും. ഈ വാട്ടർ എങ്ങനെയാ ഉണ്ടാകുന്നത്? അതെങ്ങനെ ബ്യൂട്ടൈനെ കത്തിക്കുമ്പോൾ വാട്ടർ ഉണ്ടാകുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ടർ ഒരിക്കലും വാട്ടർ ആയിട്ടില്ല, വാട്ടർ വേപ്പർ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾ ഗ്യാസ് കത്തിച്ചിട്ട് അത് ചെറുതാക്കിയ സ്ലിമ്മി വെച്ചിട്ട് ഒരു 30 സെന്റിമീറ്റർ മണ്ടയ്ക്ക് നിങ്ങളുടെ കൈ രണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒത്തിരി താഴോട്ട് കൊണ്ടുവരും, കൈ ചൂടാവും. മുകളിലോട്ടൊന്ന് പിടിച്ച്, പാത്രം വെക്കുന്നതിന് മുമ്പ് ഗ്യാസ് ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് നിങ്ങൾ മണ്ടയ്ക്കോട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ കയ്യില് ഒരു നനവ് ഫീൽ ചെയ്യും. കാരണം ഇത് കത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ കത്തുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റും ലൈറ്റിന്റെയും കൂടെ ആ വാട്ടർ വേപ്പറും കൂടെ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു നനവ് കൈ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് വാട്ടർ ആയിട്ടല്ല, വാട്ടർ വേപ്പർ ആയിട്ടാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം.
ഈ ട്രയാങ്കിൾ പോലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് ചെയ്യുക എന്നർത്ഥം. ഇത് ഹീറ്റിംഗ് അല്ലെങ്കിൽ ബേണിംഗ് എന്നർത്ഥം. അതായത് മീഥേനെ ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക എന്നർത്ഥം. കേട്ടോ ഇതിനൊക്കെ? മനസ്സിലായി. ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. അതായത് ഇതിന്റെ രണ്ടാമത്തെ റിയാക്ഷൻ, വേറൊരു കോമ്പൗണ്ട് എടുക്കാം. നമ്മൾ ആൽക്കഹോൾ എടുക്കുന്നു, CH3CH2OH. ഇവന്റെ പേര് എഥനോൾ ആണ്. ഈ എഥനോളെ ഓക്സിജന്റെ പ്രസൻസിൽ കത്തിച്ചാലോ? നിങ്ങൾ ആൽക്കഹോൾ ഒക്കെ കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആൽക്കഹോൾ ഒഴിച്ച് സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ? ആൽക്കഹോൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെ അത് വെച്ചിട്ട് തീ കത്തിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അവിടെയും സെയിം റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, ഹീറ്റ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. ശരിയല്ലേ? നിങ്ങൾ ഇച്ചിരി ഇപ്പൊ ഒരു തുണിയില് ഒരു ഇച്ചിരി ആൽക്കഹോൾ ഒഴിച്ചിട്ട് നിങ്ങൾ തീപ്പെട്ടി ഒഴിച്ചിട്ട് അതിനെ ഇട്ടിട്ട് കഴിഞ്ഞാൽ ആളി കത്തും. മണ്ണെണ്ണ ഒഴിച്ച് കത്തുന്ന പോലെ നല്ലതായിട്ട് ആളി കത്തും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അവസ്ഥയാണ്. മനസ്സിലായോ? ആൽക്കഹോളിനെ ഓക്സിജന്റെ പ്രസൻസിൽ കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാട്ടറിന്റെ ഹീറ്റ് ലൈറ്റ് നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ. ഇനി ഇതിന്റെ കുറെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറെ കൺസെപ്റ്റുകളുണ്ട്. ആ കൺസെപ്റ്റുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ കമ്പഷനകത്ത് തന്നെയുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിനെ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഒരു ഡോട്ട്, ആദ്യത്തെ ഡോട്ട് ഇടുക. എന്നിട്ട് എഴുതുക കുക്കിംഗ് ഗ്യാസ്. കുക്കിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, LPG ആണ്, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണ്. വിച്ച് വി യൂസ് in our home is an alkane called butane. But butane is colorless. Colorless അല്ല, odorless and inflammable. So a smelling compound ആണ് എഴുതണേ. So a smelling compound called ethyl mercaptan. Is added to butane to avoid accidents. അടുത്ത ഡോട്ട് എഴുതേണ്ടത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ will generally give a clean flame while unsaturated carbon compounds will give an yellow flame with lots of black smoke.
അതായത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ക്ലീൻ ഫ്ലെയിം ആയിരിക്കും തരുന്നത്. സാച്ചുറേറ്റഡ് ആയിട്ട് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ ഒരു യെല്ലോ ഫ്ലെയിമും തരും, പക്ഷെ ഒത്തിരി പുകയും തരും. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഈ ഈഥീനും അല്ലെങ്കിൽ ഈ തൈനും അല്ലെങ്കിൽ ബ്യൂട്ടൈനും ബ്യൂട്ടീനും ഒക്കെ നിങ്ങൾ കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യെല്ലോ ഫ്ലെയിം വെച്ചിട്ട് യെല്ലോ ഫ്ലെയിം ആയിരിക്കും അതിന്, മാത്രമല്ല ഒത്തിരി കരിയും ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ. പക്ഷെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സാച്ചുറേറ്റഡ് മീൻസ് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവർ നല്ല ക്ലീൻ ഫ്ലെയിം ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊല്യൂട്ടിങ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. മറ്റേത് കരിയൊക്കെ ഒത്തിരി ഉണ്ടാക്കും എന്നുള്ള കാര്യം ആലോചിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ബ്ലാക്ക് സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ വെക്കുന്ന പാത്രത്തിനടിയിലൊക്കെ ആ പുക വന്നിട്ട് ഒരു സൂട്ടി ഡെപ്പോസിറ്റ് കരിയാവും ഇല്ലേ. അതായത് ആ കുക്കിംഗ് യൂട്ടൻസിലിന്റെ താഴെയൊക്കെ കരിയാവും. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്, അതായത് എന്താണ്, നമ്മൾ അടുപ്പേ വെച്ച് കത്തിക്കുമ്പോഴും കരി വരത്തില്ല. അടുപ്പേ വെച്ച് കത്തിക്കുമ്പോൾ കരി വരുന്നത് ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്സിജന്റെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജന്റെ അല്ലെ, ഓക്സിജൻ സഫീഷ്യൻസി അവിടെ ഇല്ല, ഓക്സിജൻ ഡെഫിഷ്യന്റ് ആയിരിക്കും. ഓക്സിജന്റെ നല്ല നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടിയാലേ, ഇപ്പൊ തടിയൊക്കെ നമ്മൾ വിറകൊക്കെ വെച്ചിട്ട് കത്തിക്കുമ്പോൾ നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടിയാൽ മാത്രമേ ആ വിറക് നന്നായിട്ട് കത്തത്തുള്ളൂ. ഓക്സിജൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ വിറക് കത്തുമ്പോൾ നല്ലതായിട്ട് പുകയുണ്ടാക്കും, സൂട്ടുണ്ടാക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പഴയ വീടുകളുടെയൊക്കെ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അടുക്കളയിൽ ഈ പറഞ്ഞ ഗ്യാസും കാര്യങ്ങളൊന്നുമില്ല, അവർക്കെല്ലാം അടുപ്പുകൾ. അപ്പൊ അവരുടെ ചുവരുകളൊക്കെ, അല്ലെങ്കിൽ പഴയ ഹോട്ടലിലൊക്കെ പോയാൽ മതി, ഈ എന്താ ഇപ്പൊ പുതിയ ഹോട്ടലിലെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് കൊണ്ടാണ്, പഴയ ആ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹോട്ടലുകളുടെ അടുക്കള നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ ആ അടുക്കള ഫുള്ള് കറുത്തിരിക്കും ചുവരൊക്കെ. അപ്പം അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ റൂമൊക്കെ ചെറുതായതുകൊണ്ട് ഓക്സിജന്റെ സഫീഷ്യൻസി ഇല്ല. അപ്പൊ അവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് അവിടെ കരി ഉണ്ടാകുന്നത്. അവിടെ ഈ എന്താ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒന്നും അല്ല. ഓക്കെ. അപ്പം നമ്മൾ ഈ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് നമ്മുടെ കുക്കിംഗ് ഗ്യാസിനകത്തൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഗ്യാസ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഗ്യാസ് വെച്ചിട്ട് നിങ്ങൾ ഒരു സാധനം കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനടി കരി ഉണ്ടാകത്തില്ല. കാരണം അത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് നമുക്ക് അവിടെ ഫ്യൂവൽ ആയിട്ട് ഇരിക്കുന്നത്, LPG. പക്ഷെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫ്യൂവൽസ് വെച്ചിട്ട്, അതായത് ഹൈഡ്രോ കാർബൺ വെച്ചിട്ട് നിങ്ങൾ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കുക്ക് ചെയ്ത യൂട്ടൻസിന്റെ അടിഭാഗം കറുത്തിരിക്കും. ഓക്കെ. Okay, അപ്പം this results in sooty deposit on the cooking utensil, on the cooking utensils എന്ന് പറയുമ്പോൾ പാത്രം, യൂട്ടൻസിൽ. ഇനിയും വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്, നിങ്ങൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ നിങ്ങൾ അടുപ്പി വെച്ചു, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു സാധനം കുക്ക് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചു. ആ പാത്രം വെച്ച സമയത്ത് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ പാത്രത്തിന്റെ അടിവശം കരിഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഓർക്കുവാണ്, അയ്യോ ഞങ്ങളെ സാർ അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്, ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് LPG. പിന്നെ ആ LPG ക്ലീൻ ഫ്ലെയിം വെച്ചിട്ടാണ് കത്തുന്നത് എന്നുള്ളത് അവിടെ സൂട്ടി ഡെപ്പോസിറ്റ് ഉണ്ടാകത്തില്ലെന്ന് സാറ് പഠിപ്പിച്ചാണല്ലോ, പിന്നെ ഇവിടെ എങ്ങനെ കരി ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമതൊരു റീസൺ നോക്കേണ്ടത്, സാച്ചുറേറ്റഡ് ആണെങ്കിലും ഓക്സിജന്റെ സഫീഷ്യന്റ് ആയിട്ടില്ലെങ്കിൽ, ഓക്സിജൻ സഫീഷ്യൻസി ഇല്ലെങ്കിൽ അവിടെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷനെ നടക്കത്തുള്ളൂ. അതായത് ഉദാഹരണം പറയാം, ഒന്നെങ്കിൽ അങ്ങനെ കരി പിടിച്ചെങ്കിൽ നിങ്ങളുടെ ആ ഗ്യാസിന്റെ ബർണർ ഉണ്ടല്ലോ, നിങ്ങൾ ആ കത്തുന്ന തീ വരുന്ന ആ കുഴലുകള് അതിനകത്ത് എന്താണ്, അത് ക്ലീൻ അല്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫുഡ് മെറ്റീരിയൽ, ചിലപ്പം പാലൊക്കെ ഇങ്ങനെ തിളച്ചു പൊങ്ങുമ്പോൾ അതിനകത്ത് വീണ് അതിന്റെ ആ ഗ്യാപ്പുകളൊക്കെ അടങ്ങിയിരിക്കും. അപ്പൊ ഓക്സിജൻ കൃത്യമായിട്ട് ആ ഫ്ലെയിം കത്തുമ്പോൾ അതിന് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നിട്ട് കരി ഉണ്ടാക്കും. നേരത്തെ ഞാൻ ഈ പറഞ്ഞ വിറകടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ ഉള്ള കേസ് പോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ വിൽ റിസൾട്ട്സ് ഇൻ എന്താണ് സൂട്ടി ഡെപ്പോസിറ്റ്. മനസ്സിലായി? അത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ പോലും ലിമിറ്റഡ് സപ്ലൈയിലാണ് നിങ്ങൾ എന്താണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താ അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇവൻ തുരുമ്പ് പോലും ആവും. അതായത് ആ ബർണർ ഇരുമ്പിന്റെ സാധനമല്ലേ, നിങ്ങൾ കുറെ നാൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും
എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്ന കറികളും അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് വീഴുന്ന അല്ലെങ്കിൽ തിളച്ചു പൊങ്ങി വീഴുന്നതും ഇതൊക്കെ കൊണ്ട് അത് തുരുമ്പിക്കും. ആ തുരുമ്പ് എന്താണ് അതിനിടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓക്സിജൻ കടക്കാൻ പറ്റാത്ത രീതിയിൽ ഓക്സിജൻ സഫീഷ്യന്റ് ആയിട്ട് കിട്ടാൻ പറ്റാത്ത രീതിയിൽ തുരുമ്പായാൽ എന്താണ് അതിൽ നിന്ന് ഗ്യാസ് പുറത്തോട്ട് വരുന്നുണ്ടാവും, പക്ഷെ കത്തുമ്പോൾ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. ഇതൊക്കെയാണ് അതിന്റെ കാരണം. മൂന്നാമത്തെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ട കാര്യം ഇതാണ്. മൂന്നാമത്തെ ഒരു ഡോട്ട് ഇട്ട് എഴുതേണ്ട കാര്യം ഇതാണ്. limiting the supply of air. The supply of air results in incomplete combustion incomplete combustion of even saturated hydrocarbon giving a sooty flame. അടുത്തത് the gas or kerosene stove used at home has inlets for air so that sufficiently oxygen rich mixture is burned to give a clean blue flame. ഇപ്പൊ നിങ്ങളെ ഈ മണ്ണെണ്ണ സ്റ്റവ് ഒക്കെ നിങ്ങളുടെ എനിക്കറിയത്തില്ല നിങ്ങളുടെ വീടുകളിലൊക്കെ മണ്ണെണ്ണ സ്റ്റവ് ഒക്കെ ഇപ്പൊ ഉണ്ടോന്ന്. എന്റെ കുഞ്ഞിലെയൊക്കെ എന്റെ വീട്ടിൽ മണ്ണെണ്ണ സ്റ്റവ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അന്ന് ഈ ഗ്യാസ് അധികം യൂസ് ചെയ്തില്ല, അടുപ്പും മണ്ണെണ്ണ സ്റ്റവും ആണ് യൂസ് ചെയ്യുന്നത്. റേഷൻ കടയിൽ നിന്ന് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് നമുക്ക് മണ്ണെണ്ണ കിട്ടും ഒരു മാസം. അപ്പൊ മണ്ണെണ്ണ സ്റ്റവ് കൂടെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കുക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഒരു തിരി ആയിടുന്നത്. അപ്പൊ ആ തിരി ഒരറ്റം മണ്ണെണ്ണക്കകത്ത് മുക്കി വെക്കും. ആ മണ്ണെണ്ണ ആ തിരിക്കകത്തൂടെ റേസ് ആയിട്ട് ആ തിരി കത്തിക്കുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ വട്ടത്തിലായിക്കൊണ്ടിരിക്കുന്നത്, അതായത് കുറെ ഗ്യാപ്പുകളുണ്ട്. അപ്പൊ ഇത് നമ്മള് ഇത് ടോപ്പ് ഭാഗമാണ്. ഇതിനിടയിൽ കൂടെയാണ് നമ്മൾ തിരിയുടെ മറ്റേ അറ്റം ഇതിനകത്ത് മുങ്ങി കിടക്കുക. അതേപോലെ തന്നെ ഇതിങ്ങനെ കത്തിക്കുമ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഇത് കുറെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഭാഗം കരിയായി പോകും. കരിയായി പോകുമ്പോഴത്തേക്ക് ഓക്സിജൻ കൃത്യമായിട്ട് താഴോട്ട് കിട്ടില്ല. ഓക്സിജൻ താഴോട്ട് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കൂടുതൽ കരി ഉണ്ടാക്കുകയും നിങ്ങളുടെ പാത്രത്തിനടിയിലെല്ലാം കരി പിടിക്കുകയും ചെയ്യും. ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നാൽ സഫീഷ്യന്റ് ആയിട്ട് ഓക്സിജൻ നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ക്ലീൻ ബ്ലൂ ഫ്ലെയിം വെച്ചിട്ടായിരിക്കും അതും നടക്കുന്നത്. ഇനി if the bottom of cooking vessel get blackened means that the air holes are blocked and the fuel is getting waste.
അടുത്ത ഡോട്ട് എഴുതിക്കൂ. അടുത്ത ഡോട്ട് ഫ്യുവൽ such as coal and petroleum has some amount of nitrogen and sulfur in them. Combustion of such organic compound ശരിക്കും ഈ കോളും പെട്രോളിയം അല്ല, ഈ പെട്രോളിയം കോള് കാർബൺ ആണ്, പെട്രോളിയം അല്ല, ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് കേട്ടോ. അതിനകത്ത് സൾഫറും നൈട്രജനും ഒക്കെ ഇഷ്ടത്തിനുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കൂടെ നൈട്രജനും സൾഫറും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരെ കത്തിച്ചു കഴിഞ്ഞാൽ കമ്പഷൻ ഓഫ് സച്ച് ഓർഗാനിക് compounds results in the formation of SO2, SO3 and NO2, which are major pollutants. അതായത് കോളും പെട്രോളിയത്തിനകത്തും ഈ കോള് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്, പെട്രോളിയം എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ശരി, ഓർഗാനിക് കോമ്പൗണ്ട് തന്നെയാണ് പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ. അപ്പം അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നൈട്രജനും സൾഫറും ഉള്ളതുകൊണ്ട് തന്നെ അതിനെ കത്തിക്കുന്ന സമയത്ത് ഈ അതിനകത്തുള്ള സൾഫറും നൈട്രജനും ഈ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് അസിഡിക് ഓക്സൈഡ്സ് ഉണ്ടാവും. അതായത് സൾഫർ ട്രയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് പോലെയുള്ള അസിഡിക് ഓക്സൈഡ് ഉണ്ടാവും. ഇത് പൊല്യൂട്ടന്റ്. കാരണം എന്താ അറിയോ, മഴ വരുന്ന സമയത്ത് ഇതിപ്പോ ആവിയായിട്ട് ഇത് മുകളിലോട്ട് പോകും. ആവിയായിട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് മഴ വരുന്ന സമയത്ത് വെള്ളമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആസിഡായിട്ട് H2SO4ഉം HNO3 ഒക്കെ ആയിട്ട് തിരിച്ച് എന്ത് ചെയ്യും, ഭൂമിയിലേക്ക് തന്നെ വരും, ആസിഡ് റെയിൻ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. ഈ അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് അല്ല വേണ്ട, അത് നമ്മൾ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ കമ്പഷൻ റിയാക്ഷൻ, നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഫസ്റ്റ് റിയാക്ഷൻ കമ്പഷൻ റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. കമ്പഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ഓക്സിജന്റെ പ്രസൻസിൽ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതേപോലെ തന്നെ എന്താണ് ഹീറ്റും ലൈറ്റും ഉണ്ടാകും. പിന്നെ അവിടത്തെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇങ്ങനെയൊക്കെ ഏതൊക്കെ കത്തിച്ചാൽ ക്ലീൻ ഫ്ലെയിം ഉണ്ടാവും, ഏതൊക്കെ കത്തിച്ചാൽ കരി ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓർഗാനിക് കോമ്പൗണ്ട് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് ഓക്സിജനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പം ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഓക്സിജനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓക്സിജനെ ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം ഓക്സിജൻ ഉള്ള വേറെ കോമ്പൗണ്ടുകളെ നമ്മൾ ആഡ് ചെയ്യും. അതിനെ ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഉദാഹരണം പറയാം, ആൽക്കഹോൾ എടുക്കുക. ആൽക്കഹോളിനകത്ത് നിങ്ങൾ ആൽക്കഹോളിനെ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അതായത് OH ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്തോട്ട് നിങ്ങൾ ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ COOH ആയിട്ട് മാറും എന്നുള്ളതാണ്. മനസ്സിലായോ? കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ നേരെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ അതാണ് നമ്മൾ പറയാൻ പോകുന്ന ഒരു എക്സാമ്പിളേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ അതും പറഞ്ഞ് അതിന്റെ കുറച്ച് കാര്യം കൂടെ എഴുതാം. നോക്കിയോളൂ. ഒരു ഡോട്ട് എഴുതുക. കാർബൺ കോമ്പൗണ്ട്സ് easily oxidized on combustion. നമ്മൾ അത് പഠിച്ചാണ്. CH4നകത്തോട്ട് ഓക്സിജനെ ആഡ് ചെയ്തപ്പോൾ, ഹീറ്റ് ചെയ്തിട്ട് ഓക്സിജനെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, അവിടെ CO2 ഉണ്ടായി. അപ്പം കാർബണിനകത്തോട്ട് CH4നെ നമ്മൾ എന്താക്കി മാറ്റി, നേരത്തെ CO2 ആക്കി മാറ്റി. അപ്പം ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഓക്സിജൻ വന്നു. അപ്പൊ ഓക്സിജനെ ആഡ് ചെയ്തു. അപ്പൊ അഡീഷൻ ഓഫ് ഓക്സിജൻ ആയത് ഓക്സിഡേഷൻ ആയി. ഇനി ഇതല്ലാത്ത നമുക്ക് വേണമെങ്കിൽ ആൽക്കഹോളിനകത്ത് ആഡ് ചെയ്ത് ഞാൻ നോക്കിയോ, in addition to this we have reactions in which
alcohols are converted to carboxylic acid. അതായത് then ഇങ്ങനെ വരും. അതായത് ഞാനിപ്പോ CH3CH2OH എടുത്തിരിക്കുകയാണ്. ഇവന്റെ പേര് എഥനോൾ ആണ്. എഥനോൾ. ഇവനെ ഞാൻ ഓക്സിജൻ ഉള്ള ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓക്സിജനെ ഈ എഥനോളിനകത്ത് ആഡ് ചെയ്യാൻ കഴിവുള്ള കുറച്ച് ഓക്സിഡൈസിങ് ഏജന്റ്. അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളാണ് ആൽക്കലൈൻ KMnO4 എന്ന് പറയും. ആൽക്കലൈൻ KMnO4. അതിനെ ഇങ്ങനെ എഴുതാം. ആൽക്കലൈൻ KMnO4. ആൽക്കലൈൻ KMnO4. അതും അതേപോലെ തന്നെ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ acidified പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7. ഒന്നെങ്കിൽ ഇത് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യുക. എന്തിനു വേണ്ടിയാ? ഓക്സിജനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? ഇത് CH3COOH ആയിട്ട് മാറും. എഥനോയിക് ആസിഡ് ആയിട്ട് മാറും. ഇതിന്റെ റിയാക്ഷൻ എങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, CH3 നോക്കിയോ, ഞാനത് സ്ട്രക്ചർ ആയിട്ട് വരച്ച് കാണിക്കാം. CH3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരയ്ക്കുന്നത്? CH3CH2OH ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കുക? ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക അല്ലേ? ആണ്. ഇതിനകത്തോട്ട് ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ആൾക്കാരെ ഒന്നെങ്കിൽ KMnO4 ആഡ് ചെയ്തു അല്ലെങ്കിൽ K2Cr2O7 ആഡ് ചെയ്തതിന് എന്ത് സംഭവിക്കുന്നറിയോ? ഈ രണ്ട് ഹൈഡ്രജൻ കട്ടായി പോയിട്ട് അവിടെ ഡബിൾ ബോണ്ട് വരും. CH3 ഈ മോളിത്തെ റിയാക്ഷൻ തന്നെയാണ് എഴുതുന്നത്, മനസ്സിലാൻ വേണ്ടി എഴുതുന്നതാണ്. CH3 പിന്നെ ഒരു C ഉണ്ട്. ആ സിയിലെ രണ്ട് ഹൈഡ്രജൻ കട്ടായി പോയി കഴിഞ്ഞിട്ട് പകരം എന്ത് ചെയ്യും? അവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ വരും. പിന്നെ ഈ OH അതേപോലെ ഒന്നുമില്ല. ഈ രണ്ട് ഹൈഡ്രജനെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്നതിലുപരി റിമൂവൽ ഓഫ് ഓക്സിജൻ കൂടെയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ റിമൂവൽ ഓഫ് ഹൈഡ്രജനും അഡീഷൻ ഓഫ് ഓക്സിജനുമാണ് ഓക്സിഡേഷൻ. നമ്മൾ ഹൈഡ്രജനെ ഇവിടുന്ന് റിമൂവ് ചെയ്തു, പകരം ആ ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ കണ്ടോ? ഇതാണ് CH3COOH. അതാണ് ഇത് തന്നെയാണ് ഇത് തന്നെയാണ്. ആ റിയാക്ഷൻ വിടർത്തി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി ഈ ആൾക്കാരെ പറ്റി നമുക്കൊന്ന് എഴുതാം. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ഹിയർ ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് or acidified potassium dichromate are used to oxidize alcohol to acid. ശരിയല്ലേ? നമ്മൾ എഥനോളിനെ എഥനോയിക് ആസിഡ് ആക്കി മാറ്റി. Hence they are known as oxidizing agent. ഓക്സിഡൈസിങ് ഏജൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഒരാൾക്ക് ഓക്സിജനെ കൊടുക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ആ ആളിൽ നിന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് പറയാം. അപ്പം അതും കൂടെ വേണമെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ പറയാം. ഇത് എഴുതിക്കോ.
ഓക്കെ, എന്നിട്ട് ഒരു ഈ ഓക്സിഡൈസിങ് ഏജന്റ് എന്താന്ന് വേണമെങ്കിൽ താഴോട്ടിട്ടു. സബ്സ്റ്റൻസ് which are capable of adding oxygen or adding oxygen to others or removing hydrogen from others are known as oxidizing agent. ഒരു റിയാക്ഷൻ കൂടെ പഠിപ്പിക്കാം. നമ്മൾ മൊത്തം ഇനി 2 റിയാക്ഷൻ ഉണ്ട് പഠിക്കാനായിട്ട്. അതിൽ ഒരെണ്ണം കൂടെ പഠിപ്പിക്കാനുള്ള സമയമുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. ആദ്യം കെമിക്കൽ റിയാക്ഷനിൽ ആദ്യം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകളെ കത്തിച്ച് കഴിഞ്ഞാൽ, കമ്പസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ പഠിച്ചു. അതിന്റെ കുറെ കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അത് പറഞ്ഞു തന്നു. രണ്ടാമത്തേത് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ശരിക്കും ഈ കമ്പഷൻ റിയാക്ഷൻ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. കമ്പഷൻ റിയാക്ഷനാണ് നമ്മൾ എന്ത് ചെയ്തത്, മീഥേൻ എടുത്തു അല്ലെ ബ്യൂട്ടേൻ എടുത്തു, അതിനാൽ ഓക്സിജൻ O2 ആഡ് ചെയ്തിട്ട് നമ്മുടെ മീഥേനകത്ത് നിന്ന് ഹൈഡ്രജനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടാണ് ഓക്സിജൻ ആഡ് ചെയ്തത്, ശരിയല്ലേ? അപ്പൊ അവിടെ അതും ഒരു ഓക്സിഡേഷൻ എക്സാമ്പിൾ ആണ്. എന്നാൽ അത് മാത്രമല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഈ ആൽക്കഹോളിനകത്തോട്ട് ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന തരത്തിൽ റിയാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഓക്സിഡൈസിങ് ഏജന്റുകളുടെ സഹായം വേണം. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബണിലോട്ട് ഓക്സിജനെ കൊടുക്കാൻ കഴിവുള്ളവരോ അല്ലെങ്കിൽ ആ ഹൈഡ്രോ കാർബണിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഹൈഡ്രജനെ എടുക്കാൻ കഴിവുള്ളവരോ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആൽക്കലൈൻ KMnO4നെയും അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെയുമാണ് ആ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സിംപിളി പറയുകയാണെങ്കിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ ആഡ് ചെയ്യുന്നത്? നമുക്ക് എന്തിനെ വേണേ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ 2 ആൾക്കാരെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിനകത്തോട്ട് നമുക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്യാം. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിനകത്തോട്ട് നമുക്ക് ക്ലോറിനെയും ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, ഒരു ഡോട്ട് ഇട്ടിട്ട് അത് എഴുതിയിട്ട് ചെയ്യാം. അഡീഷൻ reaction are the characteristic property of unsaturated hydrocarbon. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനകത്ത് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം, ഈഥെയിൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഓൾറെഡി ഇവിടെ ഒരു ഹൈഡ്രജൻ, 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 ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇതിനകത്ത് ഇനി 2 ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓൾറെഡി ഇവിടെ എല്ലാം ഹൈഡ്രജൻ ഉണ്ട്, 4 ബോണ്ടും സാറ്റിസ്ഫൈഡ് ആകും. ഇനി ഒരാളിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഡബിൾ ബോണ്ടഡോ ട്രിപ്പിൾ ബോണ്ടഡോ ആയിട്ടാണുള്ള ആൾക്കാരാണെങ്കിൽ ആ ഡബിൾ ബോണ്ടിനെ ട്രിപ്പിൾ ബോണ്ടിനെ പൊട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു തരാം. നമുക്കൊരു റിയാക്ഷൻ നോക്കാം. നമുക്കൊരു റിയാക്ഷൻ നോക്കാം. ഞാൻ ഈത്തീൻ എടുക്കുന്നു. ഈ ഡബിൾ ബോണ്ട് നോക്കിക്കോളൂ, ഞാൻ ഈത്തീൻ എടുക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ഈത്തീൻ എടുക്കാൻ പോവാണ്.
ഈത്തീൻ എടുക്കാൻ പോവാണ്. സി ഡബിൾ ബോണ്ട് സി, ഇതേല് ഒരു എച്ച്, ഇതേലും ഒരു എച്ച്, ഇതേലും ഒരു എച്ച്, ഇതേലും ഒരു എച്ച്, ഇതല്ലേ ഈത്തീന്. ഈ ഈഥീനകത്തോട്ട് ഞാൻ ഹൈഡ്രജനെ എനിക്ക് ആഡ് ചെയ്യണം അല്ലേ. ആൽക്കൈൻ ഇതിപ്പോ ഇതൊരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്, ശരിയല്ലേ. ഇത് അൺസാച്ചുറേറ്റഡ് ആണ്, അൺസാച്ചുറേറ്റഡ് ആണ്, ആണോ? ആണ്. ഈ ഹൈഡ്രജനെ ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂളാണ്, 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പം ഇതിനെ ഞാൻ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ഒന്നെങ്കിൽ നിക്കൽ ആവാം, അല്ലെങ്കിൽ പ്ലാറ്റിനം ആകാം, അല്ലെങ്കിൽ പലേഡിയം എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ആവാം. എന്ത് ചെയ്യുന്നറിയാമോ? നമുക്കറിയാം ഈ 2 ഹൈഡ്രജൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ആരാ ഇവിടെ ഉള്ളത്? അർച്ചിത ഇവിടെ ഉണ്ടോ? അർച്ചിത ആ, ഞാൻ ഈ നീല കളറിൽ മാർക്ക് ചെയ്യുന്ന കാർബണിന് ചുറ്റിനും ഇപ്പൊ എത്ര ബോണ്ട് ഉണ്ട്? 4. അപ്പം ഇനി ഇപ്പൊ ഒരു ഹൈഡ്രജനെ കൂടെ അവിടെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഈ ബോണ്ടിനെ പൊട്ടിച്ചാൽ മതി. ഈ ബോണ്ടിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, ആ നീല കാർബണിന് ചുറ്റിനും ഇപ്പൊ നോക്കിയോ, ഒരു ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ബോണ്ടേ ഉള്ളൂ. ഇപ്പുറത്തും അതേപോലെ തന്നെ ഒരു ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ, കണ്ടോ, ഇങ്ങനെ ഉള്ളൂ, ആണോ? ഇനി എന്ത് ചെയ്യാം?